മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ഭാരതീയ വിചാര കേന്ദ്രത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഭാരതീയ പൈതൃകത്തെക്കുറിച്ചുള്ള 20 പോയിന്റ് പ്രിന്റഡ് നോട്ടായിട്ട് കയ്യിൽ കൊടുത്ത് നല്ലൊരു ക്ലാസ്. നല്ല മഴയുണ്ടായിരുന്നിട്ടും ഹാള് നിറച്ചും പ്രേക്ഷകരും ശ്രോതാക്കളും ഉണ്ടായിരുന്നു. അതിലെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കുട്ടി അമ്മയും അച്ഛനുമായിട്ട് വന്ന് ഒരു ചോദ്യം ചോദിച്ചു. സാറേ, യൂട്യൂബില് സാറ് ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിഷയമെങ്കിലും ചെറിയ വിവരണമെങ്കിലും അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ആ കുട്ടി ചോദിച്ചത് പോലെ ധാരാളം വ്യക്തികൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളും മുതിർന്നവരും ചോദിക്കാൻ സാധ്യതയുണ്ട്. ശരിക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ കാണുന്ന ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളുമെല്ലാം ബിംബങ്ങളാണ്, പ്രതിബിംബങ്ങളാണ്, ഇമേജുകളാണ്. അത് ഈശ്വരന്റെ പ്രതിരൂപം. നമ്മൾ ഈ ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഗ്ലോബ് മുമ്പിൽ വെക്കുന്നത് പോലെ, സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാൻ ടേബിളില് ഒരു തക്കാളി നടുക്ക് വെച്ചത് സൂര്യനും അതിൻ്റെ ചുറ്റും നെല്ലിക്കയോ ചെറുനാരങ്ങയോ വെച്ച് ഇത് ഭൂമി, ഗുരു, ശുക്രൻ, ശനി അങ്ങനെയുള്ള ഗ്രഹങ്ങളെല്ലാം വെച്ചു കഴിഞ്ഞാൽ അതൊന്നും സൂര്യനോ ഭൂമിയോ ഗുരുവോ ശുക്രനോ ആവില്ല. ഇതൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന താൽക്കാലികമായിട്ടോ കുറെ കാലം നിലനിൽക്കത്തക്ക വിധത്തിലോ ഉണ്ടാക്കിയിരിക്കുന്ന ഇമാജിനറി ഫാക്ടേഴ്സാണ്. സിംബോളിക്കായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നതാണെന്ന് കൂടി വേണമെങ്കിൽ പറയാം. പക്ഷെ ശരിക്കും ഈശ്വരന്റെ ഡെഫിനിഷൻ എന്താണ്? സാധാരണക്കാരിൽ സാധാരണക്കാരായവർ മുതൽക്ക് അസാധാരണക്കാർ വരെ ഒരൊറ്റ വരിയിൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ, ഏതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, ഏതൊരു ശക്തി കൊണ്ടാണോ, ഏതൊരു പ്രതിഭാസം കൊണ്ടാണോ, ഏതൊരു ചൈതന്യം കൊണ്ടാണോ സർവചരാചരങ്ങളും, ജീവനുള്ളതും ജീവനില്ലാത്തതും, അതിൽ ഈ ഗ്രഹങ്ങളും പെടും, സൂര്യനും പെടും, വായുവും പെടും, വെള്ളവും പെടും, ചെടികളും പെടും, മൃഗങ്ങളും പെടും, മനുഷ്യരും പെടും. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, ഈ സർവചരാചരങ്ങളും ഏതൊരു ശക്തിയാലാണോ നിർമ്മിക്കപ്പെടുന്നത്. ക്രിയേഷൻ ഉണ്ടെങ്കിൽ ക്രിയേറ്റർ ഉണ്ട്, ക്രിയേഷൻ ഉണ്ടെങ്കിൽ ക്രിയേറ്റർ ഉണ്ട് എന്ന ലോജിക്ക് ന്യായശാസ്ത്രപ്രകാരം ഏതൊരു ചൈതന്യത്താലാണോ സർവചരാചരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്, ഏനവാ ജാതാനി ജീവന്തി, ഏതൊരു ചൈതന്യത്തിലാണോ ജനിച്ചത് നിലനിൽക്കുന്നത്, ജനിച്ച് വളർന്ന് അത് നശിക്കുന്നത് വരെ അല്ലെങ്കിൽ മരിക്കുന്നത് വരെ നിലനിൽക്കുന്നത് ഏത് ചൈതന്യത്താലാണോ, ഏനവാ ജാതാനി ജീവന്തി പ്രയന്തി അഭിസംവിശന്തി, അന്ത്യത്തിലേക്ക് ഇതെല്ലാം എങ്ങോട്ടാണോ ചെന്ന് ചേരുന്നത്. ഓരോ നക്ഷത്രവും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ജനിക്കുന്നത് പോലെ മരിക്കുന്നുമുണ്ട്, നശിക്കുന്നുമുണ്ട്. പിന്നെ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് ശേഷമാണ് നശിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പൊ യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏനവാ ജാതാനി ജീവന്തി പ്രയന്തി അഭിസംവിശന്തി, ഏതൊന്നിലേക്കാണോ അന്ത്യത്തിലെല്ലാം ചെന്ന് ചേരുന്നത്, തത് വിജിജ്ഞാസസ്വ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലും, തത് വിജിജ്ഞാസസ്വ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലും, തത് ബ്രഹ്മേതി, അതാണ് ബ്രഹ്മമെന്ന് മനസ്സിലാക്കിയാൽ, അതാണ് പരമമായ ചൈതന്യം, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്.
അത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോഴാണ് നമ്മൾ രൂപങ്ങളും ഭാവങ്ങളും എല്ലാം നൽകുന്നത്. രൂപഭാവങ്ങളിലൂടെ പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠകളും ക്ഷേത്രങ്ങളും സാധാരണക്കാർക്ക് ആവശ്യമാണ്. അതിൽ നിന്ന് നമ്മൾ ഉയർന്നുയർന്നുയർന്ന് രൂപഭാവങ്ങളില്ലാത്ത ലെവലിലേക്ക് എത്തുന്നത് വരെ അതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് പിന്നിലുള്ള അസാധാരണമായൊരു ചൈതന്യമാണ്. അതിനെ ബയോകെമിസ്ട്രി ഉപയോഗിച്ച് വിവരിക്കാം, ഒരു തെറ്റുമില്ല. ഫിസിക്സ് ഉപയോഗിച്ച് വിവരിക്കാം, നല്ലതാ. അതിനെ കെമിസ്ട്രി ഉപയോഗിച്ച് വിവരിക്കാം, അത് നല്ലതാ. നല്ല കവിതകൾ എഴുതി വർണ്ണിക്കാം, അഖിലാണ്ട് മണ്ഡല മണിയിച്ചൊരുക്കി ആകാം. ഏത് രീതിയിൽ വേണമെങ്കിലും വിവരിക്കാം. ആത്മീയത ഉപയോഗിച്ച് വിവരിക്കാം. ഒരു റോസാപ്പൂ ആർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വിവരിക്കാവുന്നത് പോലെ ഒരു പെൺകുട്ടിക്ക് റോസാപ്പൂ എങ്ങനെ വേണമെങ്കിലും വിവരിക്കാം, ഒരു കവി എങ്ങനെ വേണമെങ്കിലും വിവരിക്കാം, ഒരു പൂക്കച്ചവടക്കാരൻ എങ്ങനെ വേണമെങ്കിലും റോസാപ്പൂവിനെ കുറിച്ച് വിവരിക്കാം, ഒരു പൂജാരിക്ക് എങ്ങനെ വേണമെങ്കിലും വിവരിക്കാം, റീത്ത് ഉണ്ടാക്കുന്ന ആൾക്ക് റോസാപ്പൂവിനെ കുറിച്ച് എങ്ങനെ വേണമെങ്കിലും വിവരിക്കാം. അതേപോലെ ഏതിനെക്കുറിച്ചും. അതുകൊണ്ട് ഈശ്വരനെ ബയോകെമിസ്ട്രി ഉപയോഗിച്ച് വിവരിക്കാം, ഫിസിക്സ് ഉപയോഗിച്ച് വിവരിക്കാം, കെമിസ്ട്രി ഉപയോഗിച്ച് വിവരിക്കാം, ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ വിവരിക്കാം. അപ്പൊ അത് ആത്മീയതയിലൂടെ മാത്രമേ വിവരിക്കാൻ പാടുള്ളൂ എന്നില്ല. ആത്മീയതയിലൂടെ വിവരിക്കുമ്പോൾ അതിന് വേറൊരു തലവും കൂടി വരുന്നു എന്ന് മാത്രം. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാല് യതോ വായിമാനി ഭൂതാനി ജായന്തേ, ഏതൊരു ചൈതന്യത്താലാണോ സർവചരാചരങ്ങളും ജനിക്കുന്നത്, യനവാ ജാതാനി ജീവന്തി, ഏതൊരു ചൈതന്യത്താലാണോ ഇതെല്ലാം നിലനിൽക്കുന്നത്, യത് പ്രയന്തി അഭിസംവിശന്തി, ഏതൊരു ചൈതന്യത്താലാണോ ഇതെല്ലാം തിരിച്ചു പോകുന്നത്, തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. ഇപ്പോ സാധാരണക്കാർക്ക് ഇത് മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട്, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് ഇത് ഊഹിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈശ്വരനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്ത് മനസ്സുകൊണ്ട് മനനം ചെയ്തിട്ട് ഇമാജിൻ ചെയ്യാണ് നല്ലത്. മനസ്സിലായല്ലോ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന്? പ്രണാമം, നമസ്കാരം.